ഓക്കെ ഗൈസ്, ഞാനങ്ങനെ ഫൈനലി ലോസ് ആൻഡോസിൽ തിരിച്ചു വന്നേക്കാണ് കേട്ടാ. നിങ്ങൾക്ക് പിന്നെ ഒരു കാര്യം അറിയോ, ഞാൻ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ലോസ് ആൻഡോസിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ സൗദിയിൽ പോയിക്കായിരുന്നു. അവിടെ പോയിട്ടേ ഞാനൊരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എന്തോ ഭാഗ്യത്തിന് ആ ബിസിനസ് സക്സസ് ആയി. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ട്. ഞാനിപ്പോൾ ലോസ് ആൻഡോസിലെ ഏറ്റവും വലിയ ബില്ലണേറാ. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. കുറേ കാലമായി ഷിൻചാനും ചോപ്പിനും കണ്ടിട്ട്. അയ്യോ, ആരെങ്കിലും രക്ഷിക്കണേ, ഓടി വായോ. ഒരു മിനിറ്റ്, ആരെങ്കിലും വിളിക്കണ്ട. എന്നെ രക്ഷിക്കണേന്നൊക്കെ പറയണ്ടേ? ഇവിടെ നിന്ന് എനിക്ക് സൗണ്ടൊക്കെ കേൾക്കണേ. അയ്യോ നാട്ടാരെ, ഓടി വായോ, എന്നെ രക്ഷിക്കണേ. അല്ല, ഇവരെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു ചെക്കനുണ്ട്, പിന്നെ ഒരു പട്ടിയുണ്ട്. ഏയ്, ഇതാ മറ്റേ ഷിൻചാനും ചോപ്പല്ലേ? എടാ ഷിൻചാനെ, ചോപ്പേ, നിങ്ങളെന്താ ഇവിടെ? ഫ്രാങ്ക്ലിൻ അണ്ണ, അണ്ണൻ വന്ന. അണ്ണൻ ഇത്രയും കാലം എവിടെയായിരുന്നു? ഫ്രാങ്ക്ലൈന, അതെ, നൈസായിട്ട് പണിപ്പാളി. നമ്മളെ എങ്ങനെയെങ്കിലും രക്ഷിക്കി, അല്ലെങ്കിൽ അവന്മാര് നമ്മളെ വെറുതെ വിടില്ല. എടാ ഷിൻചാനെ, എന്താണ്ടായേ? ഹലോ ചേട്ടന്മാരെ, എന്താ പ്രശ്നം? എന്തിനാ വരെ കിഡ്നാപ്പ് ചെയ്തേ? അത് പിന്നെ ഇവൻ നമ്മുടെ കുറെ കാശൊക്കെ കടം പിടിച്ചിട്ടുണ്ട്. അത് ഇതൊരിക്കും തിരിച്ചടച്ചില്ല. ഇവന്മാർ പിന്നെ കുറെ കാലമായിട്ട് മുങ്ങി നടക്കുക. ഇപ്പോഴാണ് കയ്യിൽ കിട്ടിയേ. ഇന്നെന്തൊക്കെ സംഭവിച്ചാലും ഇവരെ വെറുതെ വിടില്ല. എന്തൊട്ട് കാശ് കടം പിടിക്കേ? എടാ ഷിൻചാനെ, ഇവര് പറയണത് ശരിയാണോ? നീ ഇവരുടെ കാശൊക്കെ പിടിച്ചിണ്ടാ? ആടെ ഫ്രാങ്ക്ലിനെ, ഈ ഷിൻചാൻ ഇവരുടെ കാശൊക്കെ കടം പിടിച്ചു. എടാ ഫ്രാങ്ക്ലിനെ, എന്തു പറയാനാ? ഈ ഷിൻചാന് പണ്ടേ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇവൻ ആ പെണ്ണിന് വേണ്ടി കുറെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. കാറ്, സ്കൂട്ടർ, ഡ്രസ്സ്, ഓർണമെന്റ്സ് എല്ലാം വാങ്ങിച്ചു കൊടുത്തു. ഇതൊക്കെ മേടിക്കാനായിട്ടേ ഷിൻചാന്റെ കയ്യില് കാശുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവന്മാരുടെ കടം വാങ്ങിച്ചേ. അവസാനം എന്താണ്ടായേ? ആ പെണ്ണ് ഇവനെ തെച്ചിട്ട് പോയി. എല്ലാം കയ്യിൽ നിന്ന് പോയി. ഇപ്പൊ നമ്മുടെ കയ്യിലാണെങ്കിൽ 10 പൈസ ഇല്ല. ഇവന്മാർക്ക് കടം തിരിച്ചടയ്ക്കാൻ പോലും പറ്റണില്ല. ആ ബെസ്റ്റ്. എടാ ഷിൻചാനെ, ഇതിൻ്റെയൊക്കെ വില ആവശ്യമുണ്ടായിരുന്നാ? അവസാനം എന്തായി? ആ പെണ്ണ് നിന്നെ തെച്ചിട്ട് പോയി. എടാ ഷിൻചാനെ, ചോപ്പേ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ചേട്ടന്മാരെ, അതെ, നിങ്ങൾക്ക് എത്ര കാശ് വേണ്ടേ? എടാ ഫ്രാങ്ക്ലിനെ, നീ വിചാരിക്കണ പോലെ ഇവന്മാര് $10,000 എന്നല്ല മേടിച്ചേ. ടോട്ടല് $50 മില്യൺ ഇവന്മാരെൻ്റെ കടം മേടിച്ചേ. $50 മില്യൺ. നിന്റെ കയ്യിൽ $50 മില്യൺ ഉണ്ടാ? $50 മില്യൺ? എടാ ഷിൻചാനെ, നീ ആ പെണ്ണിന് എന്നിട്ട് വാങ്ങിച്ചു കൊടുത്തേ? $50 മില്യൺ? ഈ നിലയ്ക്കാണോ കാശ് കടം മേടിക്കണേ? അവസാനം എന്തായി? ആ പെണ്ണ് ഇവനെ തേച്ചിട്ട് പോവും ചെയ്തു. ഈ ഷിൻചാനാകെ പെട്ടുപോയി. ചേട്ടന്മാരെ, എൻ്റെ കയ്യിൽ $50 മില്യൺ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. ഞാൻ പിന്നെ ലോസ് ആൻഡോസിലെ വലിയ ബില്യണറാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ആ കാശ് തിരിച്ചുതരാം. അതിൻ്റെ പകരം ഷിൻചാനും ചോപ്പിനും വെറുതെ വിട്ടേക്ക്. അയ് ശരി, നീ അപ്പോൾ ലോസ് ആൻഡോസിലെ വലിയ ബില്യണറാണോ? ഇത് കൊള്ളാലോ. ബോയ്സ്, അതെ, ഒരു കാര്യം ചെയ്യ്. ഈ ഷിൻചാനും ചോപ്പിനും മാത്രമല്ല, ഇവനും കൂടി അങ്ങ് തട്ടേക്ക്. അന്നേരം 50 മില്യൺ അല്ല, 50 ബില്യൺ നമുക്ക് കിട്ടും. ഇതിപ്പോ ലാഭമായില്ലോ. എന്തൊട്ട്? നിങ്ങളിപ്പോ എന്താ പറഞ്ഞേ? എന്നെ തട്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള എല്ലാ കാശും സ്വന്താക്കുന്ന? അയ് ശരി, അത്രയ്ക്കയ്യാ? നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യോ? എനിക്കൊന്നും കാണണല്ലോ. സെക്യൂരിറ്റി! ഇതുണ്ടല്ലേ, വിളിച്ച അപ്പം തന്നെ വന്നു. ഇത് പിന്നെ സാധാരണ സെക്യൂരിറ്റി അല്ല, ഇതാ മറ്റേ സ്വാറ്റ് ഫോഴ്സിന്റെ ആൾക്കാരാ. നിങ്ങൾക്ക് ഇനി രക്ഷയില്ല. നിങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അയ്യോ, ഇതിപ്പോ എന്താണ്ടായേ? നൈസായിട്ട് പണിപ്പാളിയല്ലോ. ഇവിടെ ഇപ്പോൾ സ്വാറ്റ് ഫോഴ്സിന്റെ ആൾക്കാർ വന്നേക്കാ. രക്ഷപ്പെടാൻ ഇച്ചിരി പാടാ. ഹലോ ചേട്ടാ, അതെ, നമ്മള് ജസ്റ്റ് ഒരു തമാശ പറഞ്ഞല്ലേ. ചേട്ടൻ ഇങ്ങനെ സീരിയസ് ആക്കിയ? ചേട്ടാ, അതെ, ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല. നമുക്ക് കാശൊന്നും വേണ്ട. നമ്മളെ വെറുതെ വിട്ടേക്ക്. നമ്മൾ ഇവിടെ നിന്ന് മിണ്ടാണ്ട് പൊക്കോളാം. അതിപ്പോ ശരിയാവില്ലല്ലോ. എന്നാ പിടിച്ചോ. നിങ്ങളോട് ആദ്യം മലയാളത്തിലല്ലേ പറഞ്ഞേ നിങ്ങൾക്ക് കാശൊക്കെ തരാന്ന്? അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞേ? നമ്മളങ്ങ് തട്ടുന്ന്. ഇപ്പൊ എന്തോ പറ്റി? കൈയും കാലും വരയ്ക്കണ്ട. അല്ല പിന്നെ. അതെ, ഒരു കാര്യം ചെയ്യ്. ഇവന്മാരുടെ ബോഡിയില്ലേ, അത് ഇവിടെ നിർത്ത് മാറ്റിയേക്ക്. വേറെ ആരെങ്കിലും കണ്ടാലേ പണിപ്പാളും. ആ സാറേ, ഞാൻ ഇപ്പൊ തന്നെ ഇവരുടെ ബോഡിയൊക്കെ എടുത്ത് മാറ്റാം. ഓക്കെ. എടാ ഷിൻചാനെ, ചോപ്പേ, വായോ, നമുക്കിനി ഇവിടെ നിന്ന് പോവാം. അല്ല ഫ്രാങ്ക്ലൈന, എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല. അണ്ണന് അവിടെ നിന്ന് ഇത്രയും കാശ് കിട്ടിയേ? അതൊക്കെ പോട്ടെ, അണ്ണൻ ഇത്രയും കാലം എവിടെയായിരുന്നു? എടാ ഷിൻചാനെ, ഞാൻ ആക്ച്വലി സൗദിയിൽ പോയിക്കായിരുന്നു.
ഇവിടെ പിന്നെ ലോസ് ആൻഡോസിൽ നല്ല ജോലിയൊന്നും കിട്ടണില്ല. അതുകൊണ്ട് ഞാൻ സൗദിയിലേക്ക് പോയേ. അവിടെ പോട്ടെ ഞാനൊരു പുതിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എന്തോ ഭാഗ്യത്തിന് ആ ബിസിനസ് സക്സസ് ആയി. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ട്. ഞാനിപ്പോൾ ലോസ് ആൻഡോസിലെ വലിയ ബില്യണറാടാ. ഇതുണ്ടല്ലേ, ഞാനിവിടെ ഒരു ഡയമണ്ടിൻ്റെ കാറൊക്കെ ഓടിക്കണേ. ഇത് ഒറിജിനൽ ഡയമണ്ടാ. ഇതേപോലത്തെ ഇഷ്ടം പോലെ കാറ് എൻ്റെ കയ്യിലുണ്ട്. ഈ ഒരു കാറ് മാത്രമല്ല. ഫ്രാങ്ക്ലൈനാ, അതെ, എനിക്കും ഇതേപോലത്തെ ഒരു കാറ് വാങ്ങിച്ചരോ? എനിക്കും ഒരു ഡയമണ്ടിന്റെ കാറ് സ്വന്താക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആടെ ഷിൻചാനെ, അതിനിപ്പോൾ എന്താ, നിനക്ക് ഞാൻ കാറൊക്കെ വാങ്ങിച്ചു തരാം. അതും ഡയമണ്ടിൻ്റെ കാറിനെ വാങ്ങിച്ചു തരാം. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, നേരെ സിമോന്റെ ഷോറൂമിൽ പോവാം. അതിൻ്റെ ഷോറൂമിൽ ഡയമണ്ടിൻ്റെ കാർ ഉണ്ടോ എന്ന് നോക്കി നോക്കാം. 5 minutes later. ഓക്കെ, നമ്മളങ്ങനെ സിമോന്റെ ഷോറൂമിൽ വന്നേക്കാം. ഈ കാർ നമുക്ക് തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്യാം. സിമോന്റെ ഷോറൂമിൽ പിന്നെ ഇഷ്ടം പോലെ സൂപ്പർ കാർ ഉണ്ട്. നമുക്ക് നല്ലൊരു കാർ നോക്കി സെലക്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഏതൊക്കെ കാറുള്ളത്? ഇവിടെ ഒരു ഡയമണ്ടിൻ്റെ കാറൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഡയമണ്ടിൻ്റെ കാർ മാത്രമേ ഉള്ളൂ. ഇത് പിന്നെ ഡയമണ്ടിൻ്റെ പോർഷയാണ്. ഇത് പിന്നെ നൈസ് കാറാണ് കേട്ടോ. ഇവിടെ പിന്നെ മെക്ലാരൻ F1 ഉണ്ട്. പിന്നെ വേറെ 2 സൂപ്പർ കാറും ഉണ്ട്. എടാ ഷിൻചാനെ, നിനക്കിതിൽ ഏത് കാറാണ് വേണ്ടേ? ഏത് കാറായാലും കുഴപ്പമില്ല. നിനക്ക് ഇഷ്ടമുള്ള കാർ സെലക്ട് ചെയ്തോ. എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ട്. അണ്ണാ, അതെ, എനിക്ക് ആ ഡയമണ്ടിന്റെ കാർ മതി. ആ പോർഷ മതി. ഏത്? ഈ കാണുന്ന ഡയമണ്ടിൻ്റെ പോർഷയാ? നിനക്കപ്പോൾ ഇത് മതിയാ? എന്നാ ശരി, നിനക്ക് ഈ കാറ് വാങ്ങിച്ചു തരാം. എടാ സിമോണേ, അതെ, എനിക്ക് ഈ കാണുന്ന ഡയമണ്ടിൻ്റെ പോർഷ വേണം. എത്ര അതിൻ്റെ റേറ്റ് ഒക്കെ വരണേ? എടാ ഫ്രാങ്ക്ലിന്, അത് പിന്നെ നീ വിചാരിക്കണ പോലെയല്ല. ഈ കാണുന്ന കാറില്ലേ, അത് ഭയങ്കര എക്സ്പെൻസീവാ. ഇത് പിന്നെ ഡയമണ്ടിൻ്റെ പോർഷയാണ്, ഒറിജിനൽ ഡയമണ്ടാ. നിന്റെ കയ്യിൽ കാശുണ്ടാ? ഈ കാറ് ഭയങ്കര എക്സ്പെൻസീവ് ആണോ? എടാ സിമോണേ, എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല ഏട്ടാ ഈ കാറ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. എടാ മണ്ട, ഒന്ന് പുറത്തേക്ക് നോക്കിയേ. ഞാൻ ഏത് കാറിലാണ് വന്നേക്കണമെന്ന് നോക്കി നോക്ക്. അതും ഒരു ഡയമണ്ടിൻ്റെ കാറാ. ആ കാറ് പിന്നെ ഈ പോർഷേക്കാളും എക്സ്പെൻസീവാ. അതിൻ്റെ മേലെയാ ആ ചോപ്പ് കയറി നിൽക്കണേ. എന്നോടാണ് എക്സ്പെൻസീവ് എക്സ്പെൻസീവ് എന്ന് പറയാൻ നിൽക്കണേ. എടാ സിമോണേ, മര്യാദയ്ക്ക് ഈ കാറിൻ്റെ റേറ്റ് പറയ്. എടാ ഫ്രാങ്ക്ലിന്, ഈ കാറിന് $500 മില്യൺ ഉണ്ട്. 500 മില്യൺ ഡോളറാ? അത്രേ ഉള്ളൂ? നിനക്ക് ഞാനിപ്പോൾ അയച്ചുതരാം. ഗൂഗിൾ പേ വഴി അയച്ചുതരാം. Meanwhile. ഓക്കെ, നമ്മളങ്ങനെ കാറൊക്കെ മേടിച്ചേക്കാ. എടാ സിമോണേ, അതെ, ഒരു കാര്യം ചെയ്യ്. ഈ കാണുന്ന കാറില്ലേ, അതെൻ്റെ വീട്ടിൽ ഡെലിവറി തേക്ക്. ആ പിന്നെ എൻ്റെ പഴയ വീട്ടിൽ ഡെലിവറി ഉണ്ടാ. ആ വീട്ടിലിപ്പോൾ ആരും ഉണ്ടാവില്ല. എനിക്ക് പുതിയൊരു വീടുണ്ട്, ഒരു വലിയ മാൻഷനാ. അങ്ങോട്ടേക്ക് ഡെലിവറി ചെയ്താൽ മതി. അഡ്രസ്സ് ഞാൻ നിനക്ക് വാട്സപ്പിൽ അയച്ചുതരാം. ആടെ ഫ്രാങ്ക്ലിന്, നിന്റെ കാറൊക്കെ ഞാൻ ഡെലിവറി ചെയ്യാം. അതും ഫ്രീ ആയിട്ട് തന്നെ ഡെലിവറി ചെയ്യാം. അല്ല ഫ്രാങ്ക്ലൈനാ, അണ്ണൻ പുതിയ വീടൊക്കെ മേടിച്ച? ആടെ ഷിൻചാനെ, ഞാൻ പുതിയ വീടൊക്കെ മേടിച്ചു. അതും വലിയൊരു മാൻഷൻ. നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം. ഗൈസ്, അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കിനി പുതിയ വീട്ടിൽ പോവാം. ഷിൻചാനും ചോപ്പനും നമ്മുടെ പുതിയ വീട് കാണിച്ചു കൊടുക്കാം. Meanwhile. ഓക്കെ, നമ്മളങ്ങനെ പുതിയ വീട്ടിലേക്ക് വന്നേക്കാ. എടാ ഷിൻചാനെ, ചോപ്പേ, ഇത് നോക്കിയേ. ഇതാണ് എൻ്റെ പുതിയ വീട്. ഇത് മിന്നണ്ടില്ലേ, എൻ്റെ കയ്യിൽ വേറെ കുറേ കാറൊക്കെ ഉണ്ട്. എല്ലാം ഡയമണ്ടിൻ്റെ കാറാണ്. എനിക്കിനി വേറെ ഒരു വെയർഹൗസും കൂടി ഉണ്ട്. ആ വെയർഹൗസിലും ഇഷ്ടം പോലെ കാറൊക്കെ ഉണ്ട്. സ്വന്തമായിട്ട് ഒരു പ്രൈവറ്റ് ജെറ്റ് വരെ ഉണ്ട്. ഫ്രാങ്ക്ലൈനാ, എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. 2 കൊല്ലം മുന്നേ അണ്ണന്റെ കയ്യിൽ 10 പൈസ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അണ്ണന്റെ കയ്യിൽ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ട്. ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ട്, കാറുണ്ട്. ഇപ്പൊ ദേ വലിയൊരു വീടൊക്കെ ഉണ്ട്. ഞാനിപ്പോ ഏതായാലും ഈ വീടൊന്ന് നോക്കി നോക്കട്ടെ. ഇത് പിന്നെ ഈ വീടിന്റെ ബാക്ക് വശാ. ഇവിടെ സ്വിമ്മിംഗ് പൂളും ഉണ്ട്. പിന്നെ ഈ കാണുന്ന സംഭവം ഉണ്ട്. ഇതാ മറ്റേ ടെന്നീസിന്റെ കോട്ടാണ്. ഒരു മിനിറ്റ്, അവിടെ ആരും നിൽക്കണല്ലോ. ഇത് ഏത് പെണ്ണ്? എവിടെ കണ്ടുണ്ട്? ഏയ്, ഇതാ മറ്റേ പെണ്ണല്ലേ? ഈ പെണ്ണല്ലേ എന്നെ തേച്ചിട്ട് പോയേ? എടി, നീ എന്താ ഇവിടെ? നിനക്കെന്താ ഇവിടെ കാര്യം? എടാ ഷിൻചാനെ, നീയാ? നീ എന്താ ഇവിടെ? എന്റെ വീട്ടിലേക്ക് കയറി വന്നിട്ട് ഞാൻ എന്താ ഇവിടെന്നാ? നിന്റെ വീടാ? ഇതെങ്ങനെയാ നിന്റെ വീടാണ്? ഇതെന്റെ അണ്ണന്റെ വീടാ. എന്റെ അണ്ണൻ ഫ്രാങ്ക്ലിൻ ക്ലിന്റന്റെ വീടാണിത്. ഇറങ്ങി പോടി വീട്ടിന്ന്. ഫ്രാങ്ക്ലിനാ, ഫ്രാങ്ക്ലിനാ, ഇത് ഏത് പെണ്ണ്? ഒരു മിനിറ്റ്, അവിടെ എന്താ വല്ല പ്രശ്നം ഉണ്ടാ? എന്താ എന്തിനാ വിളിച്ചേ?
അണ്ണാ അതെ ഇത് ഏത് ഈ പെണ്ണ്? ഇതെന്റെ ഗേൾഫ്രണ്ടാ. ഓ ഞാൻ പറയാൻ മറന്നുപോയി. ഇവളുടെ പേര് സ്നേഹ എന്നാണ്. നമ്മള് മിഞ്ഞാന്ന് പരിചയപ്പെട്ടുള്ളൂ. ഇനി മുതൽ ഇവളും നമ്മുടെ കൂടെ താമസിക്കുക. എന്തുട്ട്? ഇത് അണ്ണന്റെ ഗേൾഫ്രണ്ട് ആണാ? അണ്ണാ അതെ ഒരു കാര്യം പറയാം. ഇവളെന്നായിരുന്നു എന്റെ ആദ്യത്തെ ഗേൾഫ്രണ്ട്. ഇവളാണ് എന്നെ തേച്ചിട്ട് പോയേ. ഇവളെന്റെ കുറെ കാശ് അടിച്ചു മാറ്റി. അണ്ണാ അതെ ഇവള് ഫുള്ള് ഉടായിപ്പാ. ഇവളെ വിശ്വസിക്കല്ലേ. ഇവള് എന്നെ പറ്റിച്ചു. ഇനി കുറച്ച് കഴിഞ്ഞാ അണഞ്ഞും പറ്റിക്കും. ഇത് പക്ക ഫ്രോഡാണ്. എടാ ഷിൻചാനെ, നീ എന്തീ പറയണ്? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഈ പെണ്ണ് ഫ്രോഡാന്നാ? എടാ ഫ്രാങ്ക്ലിനെ, ഈ ഷിൻചാൻ വെറുതെ പറയാ. വെറുതെ ഓരോന്നും പിച്ചുമ്പയും പറയാ. ഇവൻ ആരാന്നും കൂടി എനിക്കറിയില്ല. എടാ സ്നേഹേ, നിനക്കെന്നെ അറിയില്ലേ? പിന്നെ എന്റെ പേരെങ്ങനെയാ നിനക്ക് കിട്ടിയേ? എന്റെ പേര് ഷിൻചാനാന്ന് നിനക്ക് എങ്ങനെ അറിയാ? ഫ്രാങ്ക്ലിനാ അതെ ഞാൻ ഒന്നുകൂടെ പറയാ. ഈ പെണ്ണ് പക്ക ഫ്രോഡാ. ഈ പെണ്ണായിരുന്നു എന്റെ ആദ്യത്തെ ഗേൾഫ്രണ്ട്. ഇവളെന്നെ കുറെ കാശ് അടിച്ചു മാറ്റി. എന്നിട്ട് അവസാനം തേച്ചിട്ട് പോയി. ഈ പെണ്ണെ അണനെ ഏത് സമയത്തും പറ്റിക്കും. അണ്ണന്റെ കയ്യിലുള്ള എല്ലാ കാശും വണ്ടികളും ഈ പെണ്ണ് അടിച്ചു മാറ്റും. എന്നിട്ട് അണ്ണനെ തേച്ചിട്ട് പോവും. അണ്ണ അതെ എത്രയും പെട്ടെന്ന് ഈ പെണ്ണിനെ ചവിട്ടി പുറത്താക്ക്. ഇല്ലെങ്കിൽ പണി പാളും. അയ്യോ ഇതൊന്നത് ആകെ കൺഫ്യൂഷനായല്ലോ. ഗൈസ് അതെ ഈ ഷിൻചാൻ പറയണതേ ആ പെണ്ണ് ഫ്രോഡാന്ന്. ആ പെണ്ണ് പക്ഷെ അല്ലാന്ന പറയണേ. എനിക്ക് പക്ഷെ ഒരു സംശയമുണ്ട്. ആ പെണ്ണിനെ ഷിൻചാനെ അറിയാണ്ടാ? എടാ ഷിൻചാനെ എന്നൊക്കെ വിളിക്കണ്ട്. എനിക്കപ്പോൾ തോന്നണത് ഇത് ഷിൻചാൻ്റെ ആദ്യത്തെ ഗേൾഫ്രണ്ടാന്ന്. ഷിൻചാനെ ആ പെണ്ണ് പറ്റിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആരെയും വിശ്വസിക്കുക? എനിക്കാണെങ്കിൽ ആരെയും വിശ്വസിക്കാനും പറ്റണില്ല. ആകെ കൺഫ്യൂഷനായല്ലോ. എന്താ ചെയ്യുക? എടാ ഫ്രാങ്ക്ലിന്, നീ എന്താ ആലോചിച്ചിരിക്കണേ? അതെ വേഗം ഈ ചെക്കനെ പിടിച്ച് ചവിട്ടി പുറത്താക്ക്. ഇല്ലെങ്കിൽ ഞാനേ രണ്ടെണ്ണത്തിന് വെറുതെ വിടില്ല. ഉള്ള കാര്യം പറയാം. ഒരു മിനിറ്റ്, നീ ഇപ്പോൾ എന്താ പറഞ്ഞേ? ഷിൻചാനെ ചവിട്ടി പുറത്താക്കിയില്ലെങ്കിൽ രണ്ടെണ്ണത്തിന് വെറുതെ വിടില്ലെന്നാ? അതിൻ്റെ അർത്ഥം എന്നെയും വെറുതെ വിടില്ല എന്നാണോ? എന്നാ പിടിച്ചോ ചാവടി ഇങ്ങോട്ട്. നീ എന്താ വിചാരിച്ചേ? നീ പറയുമ്പോഴേക്കും ഞാൻ ഷിൻചാനെ ചവിട്ടി പുറത്താക്കുന്ന? ഈ ഷിൻചാനെ എൻ്റെ സ്വന്തം ബ്രദറാ. അങ്ങനെയൊന്നും ഞാൻ ചവിട്ടി പുറത്താക്കില്ല. ഫ്രാങ്ക്ലിനാ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ പെണ്ണ് ഫ്രോഡാന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? ഞാൻ പിന്നെ കറക്റ്റ് ടൈമിൽ വന്നേ. ഇല്ലായിരുന്നെങ്കിൽ പണി പാളിയേനെ. ഈ പെണ്ണ് അണനെയും പറ്റിച്ചേനെ. ആടെ ഷിൻചാനെ, നീ വന്ന കാരണം ഈ പെണ്ണ് രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിൽ പണി പാളിയേനെ. എന്തെങ്കിലും ആവട്ടെ. ഗൈസ് അപ്പോൾ ഇതോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.